എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിപ്പൊരിയാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഒന്നാണ് സവാള വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായപ്പലഹാരമാണ്. അതും ചായ തിളക്കുന്ന സമയം മാത്രം മതിയാകും നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു ഉള്ളിപ്പൊരി എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഉള്ളിപ്പൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 5 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ നമ്മുടെ സവാള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് വെക്കാം. ഇതിലേക്ക് അരക്കപ്പ് അളവില് കടലപ്പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂൺ അളവില് ചിക്കൻ മസാല, ഉപ്പ് ചേർക്കാം, 1 പിടി കറിവേപ്പില, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇനി പൊടിയിലേക്ക് സവാള ചേർക്കാം. 1 സ്പൂൺ അളവില് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ഉള്ളിവടയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല ഈ ഒരു കൂട്ട്. സവാള ചേർത്ത് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെ ആ ഒരു നനവ് മാത്രം മതിയാകും. സവാള ഉടച്ചെന്നെടുക്കേണ്ട ആവശ്യമില്ല. പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കിട്ടണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ ഒരു സവാളയുടെ ആ ഒരു നനവും ആ ഓയിലും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സവാളക്കൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സവാളയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കാം. കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ കുറേശ്ശെ സവാള ഇതുപോലെ ഒന്നെടുത്ത് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഉരുട്ടിയെടുക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാനൊരു ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുട്ടിയല്ല എടുക്കുന്നത്, ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നമുക്കുടൻ തന്നെ പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കൊരു കുറച്ച് കായപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പോലെ തന്നെ ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ സവാള ഉടച്ചതിന് ശേഷമല്ല നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അരിപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആകെ ഒരു കടലമാവ് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പൊരിച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിതുപോലെ ഷേപ്പാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വറുക്കാൻ ഇട്ട് കൊടുക്കാനും എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഒന്നാണ് സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സവാള പൊരിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യ തവണ എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞു വരുമ്പോഴേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. താഴെ ഭാഗം മുരിവായി വന്നാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നത് ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടാനായിട്ടാണ്. താഴെ ഭാഗവും ഒന്ന് മുരിവായി വന്നാൽ വീണ്ടും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുത്തിയിളക്കി കഴിഞ്ഞാൽ സവാള വിട്ടു പോകും കേട്ടോ. ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചായപ്പലഹാരമാണ്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്ക് ഈ പലഹാരം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉള്ളിപ്പൊരി ഇവിടെ റെഡിയാണ്. അടുത്തത് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും നമ്മളിവിടെ പൊരിക്കാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. താഴെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. പൊടിയുടെ അളവ് വളരെ കുറവാണ്. നല്ലവണ്ണം മുരിഞ്ഞു വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ നല്ലതുപോലെ തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിലാണ് നമുക്കിതെല്ലാം മുരിച്ചെടുക്കാൻ സാധിക്കുന്നത്. എണ്ണയിൽ നിന്നും കോരി എടുക്കുമ്പോഴും ഫുൾ ഫ്ലെയിം ആയിരിക്കണം. അതുപോലെ എണ്ണയിലേക്ക് മുരിക്കാൻ ഇട്ട് കൊടുക്കുമ്പോഴും ഫുൾ ഫ്ലെയിം ആയിരിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അങ്ങനെ നമ്മുടെ പലഹാരം മുഴുവൻ ഞാനിവിടെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.